എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ ആർച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആ ഗ്രൈൻഡർ വെച്ച് കണ്ട ചെറുതായി ചെറിയ ചെറിയ രീതിയിൽ ആ റഫ്നെസ് കൊണ്ടുവരുന്നത് പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റർ നല്ല രീതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്താണ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിത് വീഡിയോയിൽ കാണാൻ കഴിയും. അതിൻ്റെ ഫൈനലായിട്ട് ഉള്ളൊരു ആർച്ചിൻ്റെ ഒരു വീഡിയോ ആണ് ഇവിടെ കാണുന്നത്. ആ ഒരു രീതിയിലേക്ക് ഇതിനെ തൊട്ടടുത്തുള്ള ആർച്ചിനെ ആ ഒരു രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ അവരുടെ വർക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഫോട്ടോയിൽ നോക്കുമ്പോൾ വീഡിയോയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. കറക്റ്റ് പ്രോപ്പറായി ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് ഏതാണോ ആർച്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു മെഷർമെൻറ്റ് തന്നെ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അത്രയും തിക്നെസ്സിൽ പ്ലാസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നേരിട്ട് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് താഴോട്ട് പോരാണ്, പിന്നീട് ക്രാക്ക് വരാനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഇവിടെ ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ റാഡടിച്ച് കയറ്റി ഡ്രിൽ ചെയ്ത് റാഡടിച്ച് കയറ്റി അതിൽ വൈൻഡ് വയർ കൊണ്ട് ചുറ്റി നല്ല രീതിയിൽ സ്ട്രെങ്ത്ത് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഇവർ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വേറെ രീതിയിൽ ചെയ്യാൻ കഴിയും, സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ ഏറ്റവും നല്ല രീതിയിൽ നല്ല സ്ട്രെങ്ത്ത് കിട്ടുന്നത് ഇതുകൊണ്ട്. ഇപ്പോൾ നമ്മളെ കണ്ട വീഡിയോയിൽ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയുന്നത് ആ ഒരു സീലിങ്ങിൽ വരുന്ന ആ ഒരു വർക്കിന് അവർ ചെയ്ത ആ ഒരു മെത്തേഡ്, അത് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ അവർ ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാം, സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടൊക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ അവർ ചെയ്ത മെത്തേഡ് ഒന്നുകൂടി ആ ഒരു വർക്കിന് അവിടെ സ്ട്രെങ്ത്ത് കൂട്ടുന്ന രീതിയിലുള്ള മെത്തേഡാണ് അവരവിടെ ചെയ്തിട്ടുള്ളത്. ഒരു കോൺട്രാക്ടർക്ക് ഒരു വർക്ക് കൊടുക്കുമ്പോൾ ആ കോൺട്രാക്ടർ പല രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അറ്റ് എ ടൈമിൽ ചില രീതിയിൽ നമ്മൾ ചെയ്യേണ്ടി വരും. അത് എത്രയും നല്ല രീതിയിൽ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ഒരു വർക്ക് കൊടുക്കുന്ന സമയത്ത് ആ വർക്ക് ആ ഒരു കോൺട്രാക്ടർ ആ വർക്കുമായി എത്രത്തോളം പാഷനേറ്റ് ആണ് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ ഏറ്റവും നല്ല രീതിയിലുള്ള വർക്ക് അവർക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മളിതിനെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്.